ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് എത്തുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായി തിരിച്ചൊരു വിനോദയാത്രയുടെ ടെമ്പോ ട്രാവലറിനകത്തുള്ള ദൃശ്യങ്ങളാണ്. ഒരു സ്കൂൾ കഴിഞ്ഞു, ഒരു അധ്യയന വർഷം കഴിഞ്ഞു. അടുത്ത അധ്യയന വർഷത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള വേനലവധിയാണ്. ആ അവധി ആഘോഷിക്കാനായി തിരിച്ച അധ്യാപകരും, ഒരു സ്കൂളിലെ 7 അധ്യാപകരും ഒപ്പം തന്നെ അവിടുത്തെ മറ്റ് സ്റ്റാഫും ഒക്കെയായിട്ട് തിരിച്ച യാത്രയാണ്. 13 പേരുണ്ടായിരുന്നവരാകെ, ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ട്രാവലറിനകത്ത് നിന്ന് അവർ പലർക്കായിട്ട് അവർ കൂടെയുള്ള സഹപ്രവർത്തകർക്കും നാട്ടിലെ സുഹൃത്തുക്കൾക്കൊക്കെ ഫോട്ടോസും സെൽഫിയും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. 4:30 വരെ അവർ ഫോട്ടോയൊക്കെ അയച്ചിരുന്നു എന്ന് നേരത്തെ നമ്മളോട് സംസാരിച്ച ഒരു ചേച്ചിയൊക്കെ അവിടെ നിന്ന് സംസാരിക്കേണ്ടായിരുന്നു. 5:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് കണക്കാക്കുന്നത്. 5:15-നും 5:20-നും ഇടയിലുള്ള സമയത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഉറങ്ങുന്ന സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്തിലാണ്, കുറച്ച് വിശ്രമത്തിലാണ് എല്ലാവരുമുള്ള ആ സമയത്തെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയായിരുന്നു. ആഘോഷത്തോടെ സമാധാനത്തോടെ കുറച്ചു കാലം, ഇത്രയും ദിവസങ്ങളൊക്കെ ജോലി ചെയ്തു. ഇനി സമാധാനത്തോടെ സ്കൂളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. അവധി ആഘോഷിക്കാനായി തിരിച്ച അധ്യാപകരാണ്. അവരിൽ ചിലരുടെ മക്കളും ഉണ്ടായിരുന്നു. സുഹറ ടീച്ചർക്കൊക്കെ ജീവൻ നഷ്ടമാകുമ്പോൾ ടീച്ചറുടെ കുഞ്ഞും ടീച്ചറുടെ മകനും ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നടന്നിരിക്കുന്നത്. ഒരു സ്കൂളിൽ, ഒരു LP സ്കൂളിൽ ആകെ എത്ര അധ്യാപകരുണ്ടാകും നമുക്കറിയാം. അതിലുള്ള 7 പേർക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു, ആയെയും മരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അത്രയും ഉൾക്കൊള്ളാനാവില്ല.